ദിനവൃത്താന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം അതിൻ്റെ 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. ദിനവൃത്താന്തങ്ങളുടെ രണ്ടാമത്തെ പുസ്തകം 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ചു തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അടുത്ത വാക്യോടെ. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ കണ്ണ് തുറന്നിരിക്കുകയും എന്റെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്യും. നമുക്ക് വളരെ സുപരിതമായ 2 വാക്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, ദൈവത്തിൻ്റെ ജനം, അവരെന്ത് ചോദിച്ചാലും നൽകി തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ആമേൻ. ഇത് ശലോമോന് ദൈവം പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന ഒരു മറുപടിയാണ്. ആമേൻ, സ്തോത്രം. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ സ്തോത്രം 3-ാമത്തെ രാജാവാണ് ശലോമോൻ. ഹല്ലേലൂയ. 1-ാമത്തെ രാജാവ് ശൗൽ, 2-ാമത് ദാവീദ്, 3-ാമത് ശലോമോൻ. അതിനുശേഷമാണ് രാജ്യം 2ആയി വിഭജിക്കപ്പെടുന്നത്. ശലോമോൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പല അവസരങ്ങളും ദൈവം അവനോട് ഇടപെട്ട് ആദ്യം അവനോട് ചോദിക്കണം. അവൻ പറയുന്നൊരു കാര്യമുണ്ട്. നീ എനിക്ക് ഇസ്രായേലിനെ പരിപാലിപ്പാൻ ആവശ്യമായി ജ്ഞാനം നൽകണം. അവനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം, നീ മറ്റൊന്നും എന്നോട് ചോദിച്ചില്ല, നീ എന്നോട് ചോദിച്ചത് ജ്ഞാനമാകയാൽ അതിൻ്റെ കൂടെ ഞാൻ നിനക്ക് സകലത് നൽകും. അവിടെ ഒരു പദം ഇങ്ങനെയുണ്ട്: നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിനക്ക് ശേഷവും ഉണ്ടാകുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അവൻ ഒരുവന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുക്കുന്നൊരു മറുപടിയാ. അവൻ മറ്റൊന്നുമല്ല ചോദിച്ചത്. ഈ ജനത്തെ ന്യായപാലനം ചെയ്യാനുള്ള ജ്ഞാനം ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിനക്ക് മുൻപ് അങ്ങനെ ഒരുത്തനില്ല, നിനക്ക് ശേഷവും. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാ, ഞാനും നിങ്ങളും യുണീക്കാ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ദൈവം നമ്മളെ സ്പെഷ്യലി ഉണ്ടാക്കിയതാ. നമ്മളെപ്പോലെ നമുക്ക് മുമ്പ് ഒരാളില്ല, നമുക്ക് ശേഷം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം വിലപ്പെട്ടത്. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ആ ഒരു ഉറപ്പുണ്ടോ? ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോൾ അകത്തളത്തിൽ നല്ല ഉറപ്പ് വേണം. ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അതിന് പുറകിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്, വലിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നിറവേറിയിട്ട് മാത്രമേ ഈ ഭൂമി വിട്ടു പോകാൻ പാടുള്ളൂ. പലപ്പോഴും നമുക്ക് സംശയമാ. ഇവിടെ നോക്കണമേ, ഒരുത്തൻ ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചപ്പോൾ, ഒരുത്തൻ ദൈവത്തോട് യാചിച്ചപ്പോൾ ദൈവം അവനോട് പറയുക, നിന്നെ പോലെ വേറൊരുത്തനില്ല. പലപ്പോഴും നമുക്ക് നമ്മുടെ അകത്തുള്ള ദൈവപ്രവൃത്തിയെക്കുറിച്ച് ലിമിറ്റാ. ഒരിക്കൽ സ്തോത്രം, ലോകപ്രശസ്ത ക്രൂസൈഡ് പ്രാസംഗികനായിരുന്നു. ഇവനോട് ഒരാൾ വന്ന് ചോദിച്ചു, സ്തോത്രം, നിങ്ങൾ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ചൊക്കെ ഇത്രയും പ്രസംഗിക്കുന്നല്ലോ, ക്രിസ്ത്യാനിത്വത്തിന് വല്ല ഗുണവും ഉണ്ടെങ്കിൽ, അതിന് വല്ല പ്രാധാന്യതയും ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഇത്രയും തിന്മ കാണുമായിരുന്നു. മനസ്സിലായോ? വില്ലി ഗ്രഹാമിനോട് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ച് ഇത്രയും പ്രസംഗിക്കുന്നു, വലിയ പ്രസംഗങ്ങൾ നടത്തുന്നു, ഇതിന് വല്ല ഗുണം ഉണ്ടായിരുന്നെങ്കിൽ, ഇതിന് വല്ല പ്രത്യേകത ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദുഷ്ടത ലോകത്തിൽ കാണുമായിരുന്നോ? ചോദ്യം എങ്ങനെയുണ്ട്? കൊള്ളാം അല്ലേ? ഇടയ്ക്കൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ വന്നിട്ടില്ലേ? അല്ലേ? നമ്മൾ ചോദിച്ചിട്ടില്ലെന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ അദ്ദേഹം 1 മിനിറ്റൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, സഹോദര, ഈ ലോകത്ത് എന്തോരം സോപ്പുണ്ട്, എന്തോരം സോപ്പ് കമ്പനികളുണ്ട്, എന്നിട്ടും അഴുക്കുള്ളവരില്ലേ? എന്നിട്ടും അഴുക്ക് മാറാത്തവരില്ലേ? ഇല്ലേ? വൃത്തിയാക്കാൻ പറ്റാഞ്ഞിട്ടാണോ സോപ്പിന്? അല്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതാരുപയോഗിക്കുന്നോ അവൻ മാത്രമേ വൃത്തിയാകത്തുള്ളൂ.
അവന് മാത്രമേ മണം വരത്തുള്ളൂ, അവന് മാത്രമേ വിടുതൽ കിട്ടത്തുള്ളൂ. സ്തോത്രം പറയാമോ? ഇന്ന് പകൽ എനിക്കും അതാ പറയാറുണ്ട്. നിന്റെയും എൻ്റെ ചരിത്രം മാറണോ? മുമ്പ് ഉണ്ടാകാത്ത പോലെ, ഇനി ഉണ്ടാകാത്ത പോലെ നമ്മുടെ ചരിത്രം മാറണമോ? നമ്മുടെ ജീവിതം മാറണമോ? ആമേൻ. ഈ വചനം നമ്മുടെ അകത്തേക്ക് കയറണം. ആമേൻ. ഈ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കയറണം. ഈ വചനം നമ്മൾ ഫോളോ ചെയ്യണം. ശലോമോൻ, അവന് പറയാൻ പാരമ്പര്യമുണ്ട്, കാര്യം ശരിയാ. പക്ഷേ അവന്റെ അകത്തൊരു താല്പര്യം കയറി. അവൻ ദൈവത്തോട് പറയുകയാ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, എനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം നൽകണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയുകയാ, അവൻ യാക്കോബിന്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആമേൻ സ്തോത്രം, ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവനത് ലഭിക്കും. ഇന്ന് പകലിൽ ആമേൻ ജീവിതത്തിന്റെ ഏത് മണ്ഡലമാണോ ശൂന്യത ആമൻ നേരിടുന്നത്, ഏത് മണ്ഡലമാണോ ആമൻ പ്രതിസന്ധി നേരിടുന്ന, അവിടെ മുട്ടുമടക്കാൻ തയ്യാറായാൽ, അവിടെ ദൈവത്തോട് യാചിക്കാൻ തയ്യാറായാൽ, അവിടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ തയ്യാറായാൽ, അവൻ നിന്നെ ദൈവം ഉപയോഗിക്കുന്നത് ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തവണ്ണം. പലരും നിന്നോട് ചോദിക്കാം, മോനെ ഇതുകൊണ്ടൊക്കെ എന്തോ പ്രയോജനം, ഇത് വല്ല തെളിയിച്ചതാണോ? അല്ലേ? 100 ചോദ്യങ്ങൾ ചോദിക്കാം. കൂട്ടുകാർ ചോദിച്ചേക്കാം, നിങ്ങളുടെ ആമൻ സഹപാഠികൾ അല്ലെ കാണുന്നവരൊക്കെ ചോദിച്ചേക്കാം. പക്ഷെ അന്നേരം അകത്തൊരുറപ്പ് വേണം, എന്നെ വിളിച്ചിരിക്കുന്ന ജീവനുള്ളൊരു ദൈവമുണ്ട്. അവൻ ഈ ശലോമോന് ദൈവം രണ്ടാമത് പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഭാഗമാ. ആമൻ ശലോമോന്റെ പ്രാർത്ഥന. ആമൻ നമുക്ക് മടങ്ങി വരാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ആമൻ 6-ാമത്തെ അധ്യായത്തിൽ ആമൻ ശലോമോന്റെ ആ പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് വേഗത്തിൽ ഒന്ന് വായിക്കാം. അനന്തരം അവൻ യഹോവയുടെ യാഗപീഠത്തിന് മുൻപിൽ ഇസ്രായേലിന്റെ സർവ്വസഭയുടെ സമക്ഷത്തിൽ നിന്നുകൊണ്ട് കൈമലർത്തി. ശലോമോൻ 5 മുഴം നീളവും 5 മുഴം വീതിയും 3 മുഴം ഉയരവുമായിട്ട് താമ്രം കൊണ്ടൊരു പീഠമുണ്ടാക്കി പ്രാകാരത്തിന് നടുവിൽ വെച്ചിരുന്നു. അതിൽ അവൻ കയറി നിന്ന് ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്ക് മുൻപാകെ മുട്ടുകുത്തി ആകാശത്തേക്ക് കൈമലർത്തി പറഞ്ഞത് എന്തെന്നാൽ, നോക്കണമേ, അവൻ ആകാശത്തിലേക്ക് കൈമലർത്തി ദൈവത്തോട് പറഞ്ഞ പ്രാർത്ഥന. ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിൽ ദൈവജനത്തെ ഓർപ്പിക്കുക. ജീവിതത്തിൻ്റെ ഏത് വശത്തും അവൻ വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതെ ഇരിക്കുന്നെങ്കിൽ, അവൻ ഉത്തരമില്ലാതെ ഇരിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുക, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരുന്ന എൻ്റെ ജനത്തിന് അതിന് ഉത്തരം കൊണ്ടുവരാൻ കഴിയും, അതിന് മറുപടി കൊണ്ടുവരാൻ കഴിയും, അതിന് വിടുതൽ കൊണ്ടുവരാൻ കഴിയും, അവൻ അതിൽ ആൻസർ തരാൻ കഴിയും. ഇന്ന് പകൽ എത്ര പേർ അത് വിശ്വസിക്കാൻ തയ്യാറാ? അവൻ സ്തോത്ര രാജാവായിരുന്ന ശലോമോൻ അവനോട് പറയുക, നിനക്ക് മുൻപ് നിനക്ക് ശേഷം നിന്നെ പോലെ ഒരുത്തനെ അവൻ ദൈവം പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് അവനോട് പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്തെന്നറിയാമോ? ആലയത്തിന്റെ അകത്തേക്ക് വന്നു. അവൻ മുട്ടുകുത്തി, അവൻ ആകാശത്തിലേക്ക് കൈമലർത്തി, സ്വർഗത്തിലേക്ക് കൈമലർത്തി ദൈവത്തോട് യാചിക്കാൻ തുടങ്ങി. ഇന്ന് പകലിൽ അവൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ അവൻ എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച, എന്റെ അതിർ വിസ്താരമാക്കി, നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമാകുകയും ചെയ്യാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് വചനത്തിൽ അവൻ അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. അങ്ങനെയെങ്കിൽ ദൈവപൈതലെ, നീ ദൈവത്തോട് ചോദിക്കാൻ തയ്യാറായാൽ, അവൻ മുട്ടുമടക്കാൻ തയ്യാറായാൽ, പൗലോസ് തന്റെ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പോർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. മനുഷ്യന്റെ മുൻപിൽ മുട്ടുകുത്താതിരിക്കണമെങ്കിൽ, ഹല്ലേലൂയ, കർത്താവ് അങ്ങനെ പറയുന്നത്, നീ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിനക്ക് പ്രതിഫലം. നീ ആമൻ അറയിൽ കിടന്ന് വാതിലടച്ച് ആമൻ സ്തോത്രം രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആമൻ ആ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അവൻ ഇന്ന് പകൽ മകനെ, മകളെ, സഹോദര, സഹോദരി, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, സ്വർഗം എനിക്കും നിങ്ങൾക്കും വേണ്ടി തുറക്കും. എത്ര അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. നാം നമ്മിൽ തന്നെ കഴിവുള്ളവരല്ല. അവൻ ശലോമോനെ കുറിച്ച് 7:1 മുതൽ വായിച്ചേ. 7:1 മുതൽ. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹരണയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. ശലോമോന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറയുക. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി, മറുപടി വന്നു, ഉത്തരം വന്നു. ഇന്ന് പകലിൽ ദൈവസന്നിധിയിലായിരിക്കും ദൈവപൈതലേ, അവൻ നമ്മുടെ പ്രാർത്ഥന കഴിയുമ്പോൾ,
ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെയുള്ള പ്രാർത്ഥന പൂർത്തീകരിക്കപ്പെടുമ്പോൾ അവൻ മറുപടി ഇല്ലെന്ന് പറയുന്ന ഏത് വിഷയമാകട്ടെ, അതിൻ്റെ നടുവിൽ ദൈവം തൻ്റെ തീ ഇറക്കാൻ വിശ്വസ്തനാ. അവൻ ശലോമോൻ എന്താ ചെയ്തത്? അവൻ മുട്ടുകുത്തി സ്വർഗത്തിലെ കരങ്ങൾ ഉയർത്തി അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയുടെ റിസൾട്ട് നാം 7-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്ന 11-ാമത്തെ വാക്യത്തിൽ അവൻ തീ ഇറങ്ങാനിടയായി. ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ അന്ന് വരെ ഇല്ലാത്ത തേജസ്, ഹല്ലേലൂയ, അന്ന് വരെ വെളിപ്പെടാത്തൊരു തേജസ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആലയത്തിനകത്ത് വെളിപ്പെട്ടു. ആ തേജസ്സിന്റെ പ്രത്യേകത എന്താ? ആമേൻ, പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിയാത്തവണ്ണം ഒരു തേജസ്. ആമേൻ, സ്തോത്രം. അടുത്ത വാക്യം, ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ചൊല്ലി സ്തുതിച്ചു. അവനെ സ്തുതിക്കാൻ തുടങ്ങി. ആമേൻ. 3-4 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. ശലോമോന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി തീ ഇറങ്ങാനിടയായി തീർന്നു. അവൻ ആലയം മുഴുവൻ തേജസ് കൊണ്ട് നിറയാനിടയായി തീർന്നു. അവൻ പലർക്കും കടപ്പാൻ, പുരോഹിതന്മാർ കടപ്പാൻ കഴിയാതിരുന്നു. അവൻ അവര് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവസ്ഥലായിരിക്കും ദൈവവേദലെ ദൈവത്തിന്റെ ജനത്തിന് വളരെ വലിയ പ്രത്യേകതയുണ്ട്. ശലോമോൻ പറയുന്നത് അതാ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. ഈ ഭൂമണ്ഡലത്തിൽ നാം അനേകരെ കാണുന്നു, നമ്മുടെ ചുറ്റും മറ്റു പലരെയും കാണുന്നു. എന്നാൽ ദൈവ പൈതലെ, നിനക്ക് തീ ഇറക്കാൻ കഴിയുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയും. വിടുതൽ നൽകാൻ കഴിയുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയും. മറുപടി നൽകാൻ കഴിയുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയും. ഉത്തരം നൽകാൻ കഴിയുന്ന പ്രാർത്ഥന അവൻ നിനക്ക് ചെയ്യാൻ കഴിയും. അതാ വചനം പറയുന്നത്. ശബന ഹതുരവന അറിയാന്തന. തീ ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞേക്കാം. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ടിറങ്ങത്തില്ല. അതുകൊണ്ട് ശലോമോൻ ആമേൻ, വചനത്തിൽ നാം വായിക്കുന്ന എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തിൻ്റെ ജനമാണ് നാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനത്തിന് മാത്രമേ ആ വിടുതൽ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. എപ്പോഴാണ് നാം ദൈവത്തിൻ്റെ ജനമാകും? നമുക്കറിയാം. ആമേൻ, സ്തോത്രം. ഈ കുന്തിരിക്കം നമ്മൾ കണ്ടുണ്ടോ? കുന്തിരിക്കം നമ്മൾ ഉപയോഗിക്കാറുള്ളത്, അല്ലെ, വീടുകളിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. കുന്തിരിക്കത്തിന് മണമുണ്ടോ? ഉണ്ട്. ഈ കുന്തിരിക്കം ഒരു പശയാ, കറയാ. അത് ഒരു പാക്കറ്റ് മേടിച്ചിട്ട് പൊട്ടിച്ചിട്ട് മണത്ത് നോക്കണം, ഒരു മണമില്ല. വീട്ടിൽ പൊട്ടിച്ചിട്ട് വെച്ചാലും മണമില്ല. പക്ഷെ എപ്പോഴും ഇത് മണക്കുന്നതെന്ന് അറിയാമോ? തീയിലോട്ട് ഇടണം, അല്ലെ കത്തിക്കണം. എന്തു ചെയ്യും? ഭയങ്കര സൗരഭ്യവാസനയാണ്. അതുപോലെയാ നമ്മുടെ ജീവിതവും. ശലോമോൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്താൻ തുടങ്ങി. കരങ്ങളെ ദൈവത്തിലേക്ക് ഉയർത്താൻ തുടങ്ങി. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. അവൻ സ്വർഗത്തിൽ നിന്ന് മറുപടി ഇറങ്ങി. സ്വർഗത്തിൽ നിന്ന് തേജസ് ഇറങ്ങി. സ്വർഗത്തിൽ നിന്ന് അവൻ വിടുതൽ ഇറങ്ങി. ഇന്ന് പകൽ ഇവിടെ എന്നെ കേൾക്കുന്ന ദൈവവേദലേ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, അവൻ വചനം പറയുന്നു, തങ്ങളെ തന്നെ താഴ്ത്തണം. ഫസ്റ്റ് കാര്യം നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മളെ തന്നെ താഴ്ത്തണം. പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന അങ്ങനെയല്ലേ? ആമേൻ, സ്തോത്രം. അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്നതാകയാൽ അവൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. ബലമുള്ള കരമാ, ശക്തിയുള്ള കരമാ, വിടുതൽ നൽകാൻ കഴിയുന്ന കരമാ. അവൻ അവിടെ ഒന്ന് താണിരിക്കാൻ തയ്യാറായാൽ ദൈവം ചെയ്യാൻ പോകുന്നത്, അവൻ പത്രോസ് ഒരിക്കലും ചിന്തിച്ചില്ല തൻ്റെ പടകിലെ ദൈവം ഇങ്ങനെ നിറയ്ക്കുമെന്ന്. അല്ലേ? കഷ്ടപ്പെടാഞ്ഞിട്ടാണോ? എത്രയോ ദിവസം കിടന്ന് അധ്വാനിച്ചവനാ, കടലിനെ നന്നായിട്ട് അറിയാവുന്നവനാ. അവൻ നല്ല പടക, നല്ല വലയ കഴുകി സൂക്ഷിക്കുന്നവനാ. പക്ഷെ അധ്വാനിച്ച് കുഴപ്പി. പക്ഷെ കർത്താവ് പറയുക, മോനെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പടകിലേക്ക് വരാൻ പോകുകയാ. ഞാൻ നിന്റെ പടകിനെ ഉപയോഗിക്കാൻ പോകുകയാ. ഞാൻ നിന്റെ വലയെ ഉപയോഗിക്കാൻ പോകുകയാ. ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോകുകയാ. ഇന്ന് പകലിൽ അവന്റെ കൈ കീഴിൽ താണിരുന്നാൽ, അവൻ പറയുന്ന ആലോചന കേൾക്കാൻ തയ്യാറായാൽ, ഗന്നസരേത്ത് തടാകത്തിൽ എത്ര പടകെന്നുള്ളത് കർത്താവിന് വിഷയമല്ല. 2 പടകുകൾ കരയ്ക്ക് അടുത്ത് നിൽക്കുന്ന കണ്ടു, അല്ലേ? അവിടെ ലൂക്കോസ് സുവിശേഷം 5-ാമത്തെ അധ്യായം അങ്ങനെയാ, 2 എണ്ണം. അതിൻ്റെ നടുവിൽ വചനം എഴുതിയിരിക്കുന്നു, ശീമോനുള്ളതായ ഒന്നിൽ. ആമേൻ. നിന്നെ അവൻ തെരഞ്ഞെടുക്കുന്ന എപ്പോഴാണെന്നറിയാമോ?
ഹല്ലേലൂയ. തോറ്റെന്ന് സമ്മതിക്കുമ്പോഴാ, പരാജയപ്പെട്ടെന്ന് സമ്മതിക്കുമ്പോഴാ അവൻ മോശ പറഞ്ഞു, ഞാൻ വിഖ്യനാ, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഈ പണി എന്നെ കൊണ്ട് നടക്കത്തില്ല. പക്ഷെ മോശയോട് ദൈവം പറയാ, മോശ ഞാൻ നിന്റെ നാവായിരിക്കും, ഞാനാകുന്നവൻ ഞാനാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവപൈതലേ, അവൻ ദൈവത്തിന്റെ കരങ്ങളിൽ താണിരിക്കാൻ നാം തയ്യാറായ അവൻ നമ്മെ ഉയർത്തുന്ന ദൈവമാ. അവൻ സ്തോത്രം. അവൻ വചനത്തിൽ പറയുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അവൻ താണിരിക്കണം. ദൈവജനം തങ്ങളെ തന്നെ താഴ്ത്തി. 2, തങ്ങളുടെ ദുർമാർഗങ്ങളെ നോക്കണമേ. അവിടെ എഴുതിയിരിക്കുക എന്തുണ്ട്? ദുർമാർഗം. സ്തോത്രം. നമ്മൾ വിചാരിക്കും നമുക്ക് വലിയ ദുഷ്ടതയൊന്നുമില്ല, പാപങ്ങളുടെ ലിസ്റ്റൊന്നുമില്ല. എബ്രായ ലേഖനം പഠിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങൾക്കാർക്കും ഉണ്ടാകാതിരിപ്പാൻ. നടക്കത്തില്ലെന്നൊരു ചിന്ത വന്ന അവിശ്വാസമായി. വചനം പറയുന്നത് ദുഷ്ടഹൃദയമെന്ന. പിന്നെ നാം നമ്മെ തന്നെ പരിശോധിച്ചാൽ മതി. ദൈവസന്നിധിയിൽ നമ്മെ തടയുന്ന ചിലതുണ്ടോ? മറുപടികൾ ലഭിക്കാതിരിക്കാൻ നമ്മുടെ വാക്കുകൾ തടസ്സമാകുന്നുണ്ടോ? നമ്മുടെ പ്രവർത്തികൾ തടസ്സമാകുന്നുണ്ടോ? ഇന്ന് പകൽ അവൻ വചനം പറയുന്നു, നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. എന്താ ഈ വാക്യം മാത്രം ദൈവം എടുത്തു പറയുന്നത് അറിയാമോ? 6-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ശലോമോൻ ഒത്തിരി പ്രാർത്ഥനകൾ ദൈവത്തോട് പറയുന്നുണ്ട്. ആമേൻ സ്തോത്രം. ഞങ്ങൾ യുദ്ധത്തിന് പോയിട്ട് മടങ്ങി വരുമ്പോൾ ആമേൻ സ്തോത്രം, ഞങ്ങൾ ആമേൻ വാഗ്ദത്തം നിവർത്തീകരിപ്പാൻ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥന കണ്ണു തുറന്നിരിക്കണം, ചെവി ചായ്ക്കണം. ഇങ്ങനെ ഒരുപാട് ലിസ്റ്റ് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാ, ആമേൻ മഹാമാരി ഉണ്ടായാലോ, മഴ പെയ്യാൻ ആകാശം അടഞ്ഞാലോ, ഇങ്ങനെ പറഞ്ഞു വരുന്ന ശലോമോന്റെ പ്രാർത്ഥനയ്ക്ക് തൊട്ടടുത്ത അധ്യായത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് പറയുക, മോനെ നിന്റെ അകത്തൊരാഗ്രഹമുണ്ട്, ദേശത്തിനൊരു വിടുതൽ വേണമെന്ന്. വ്യക്തിപരമായ വിഷയങ്ങളൊന്നുമല്ല തൊട്ടത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങൾക്കും ദൈവം മറുപടി തരുന്നില്ലെങ്കിൽ ദൈവത്തിന് മറ്റൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്ന് ആരും മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ളൊരു പദ്ധതിയുണ്ട്. അതിലേക്ക് നമ്മൾ ഇറങ്ങി നിന്നാൽ, നമ്മൾ തിരുവചനം പഠിച്ചാൽ നോഹയെക്കുറിച്ച് പറയുന്ന നോഹ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അവൻ ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ നോഹയുടെ ഭാഗം പഠിച്ചു വരുമ്പോൾ അവിടെ വായിക്കുന്നത്, നോഹയോട് ദൈവം കൽപ്പിച്ചതെന്നാൽ നീ ഗോഫർ മരം കൊണ്ട്. അപ്പം നോഹയോട് പറഞ്ഞത് അവൻ്റെ കുടുംബത്തിൻ്റെ കാര്യമല്ല, ദൈവത്തിൻ്റെ കാര്യം ആദ്യം പറഞ്ഞു. ഒന്ന് സ്തോത്രം ചെയ്യാമോ? നമ്മളെക്കുറിച്ചെല്ലാം ദൈവം ഒരു മാസ്റ്റർ പ്ലാൻ ഇട്ടിട്ടുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന്, ഏത് ചെയ്യണമെന്ന്. അതിലേക്ക് ഞാനും നിങ്ങളും ഇറങ്ങി നിന്നാൽ അടുത്ത അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ദൈവം നോഹയുടെ കുടുംബത്തെ ഓർത്തു. ഒന്ന് സ്തോത്രം ചെയ്യാമോ? നാം ദൈവത്തിന് വേണ്ടി നിന്നാൽ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിന്നാൽ അവൻ സ്തോത്രം, തലമുറ അന്യാധീനപ്പെട്ടു പോകത്തില്ല, കുടുംബം അന്യാധീനപ്പെട്ടു പോകത്തില്ല, അവൻ ഭാവി അന്യാധീനപ്പെട്ടു പോകത്തില്ല. അതിനുവേണ്ടി വഴി തുറക്കുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. അവൻ ഇവിടെ വചനം പറയുക, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തണം, പ്രാർത്ഥിക്കണം, ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. ദൈവ സ്വർഗത്തിൽ നിന്ന് കേട്ട് മറുപടി നൽകും. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഒരു 3-4 പ്രത്യേകത വേഗത്തിൽ പറഞ്ഞ് ഞാനെൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ആമേൻ സ്തോത്രം. 33-ാം സങ്കീർത്തനം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഉണ്ടോ? ദൈവത്തിന്റെ ജനത്തെ കുറിച്ച് പറയാം, അവര് ഭാഗ്യമുള്ളതും. ശ്രദ്ധിക്കണമേ, നാം ആരാ? നാം ഭാഗ്യമുള്ളവരാ. ആമേൻ. അതുകൊണ്ട് നാം യഹോവ ദൈവമാ വിശുദ്ധ ജാതി നാം അവനവകാശമായി തിരഞ്ഞ ആമേൻ ഭാഗ്യമുള്ള ജനമാ നാം. ഭാഗ്യമുള്ളവരാ. യഹോവ ദൈവമായിരിക്കുന്ന അവൻ ജനം ഭാഗ്യമുള്ളവരാ. അവൻ 85-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? ആദ്യം പറയുക ഭാഗ്യമുള്ള ജനമാ. രണ്ടാമത്തെ കാര്യം പറയാ, ഭാഗ്യം മാത്രമല്ല, ഈ ജനത്തിന് ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഈ ജനത്തിന് ആമേൻ ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയും. അതുകൊണ്ടാ ആമേൻ പൗലോസ് ആമേൻ ഇങ്ങനെ പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു.
പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഏത് വിഷയമുണ്ടെങ്കിലും ആമേൻ, ദൈവത്തിന്റെ ജനത്തിന് സന്തോഷിപ്പാൻ, ആനന്ദിപ്പാൻ ഒരിടമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവാ. ആമേൻ. ഒറ്റ വാക്യോടെ വായിച്ച് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 21:3-4. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടിയിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. ഇവിടെ മാത്രമല്ല ഈ ദൈവം, നിത്യത വരെ കൂടെ ഇരിക്കുന്നൊരു ദൈവം. ഒന്ന് സ്വതന്ത്രം ചെയ്യാമോ? ഇവിടെ മാത്രമല്ല ഈ ജനം, ഈ ജനത്തിനൊരു ഫ്യൂച്ചർ ഉണ്ട്. അടുത്ത വാക്യോടെ വായിച്ചാട്ടെ. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. മാത്രമല്ല ഈ ജനത്തിന്റെ കണ്ണുനീര് എല്ലാം തുടച്ചു കളയുന്നൊരു ദൈവമാ. ഹല്ലേലൂയ. നിത്യത വരെ കൂടെ ഇരിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തൊരു ദൈവമാ. അവൻ ആ ജനത്തെക്കുറിച്ച് അവൻ ശലോമോനുള്ള പ്രാർത്ഥനയുള്ള മറുപടിയായി ദൈവം പറയുക, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ഞാൻ നിങ്ങളും ഒരു ശ്രേഷ്ഠ ജാതിയാ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ, അവൻ്റെ പദ്ധതിക്കകത്തുള്ളവരാ. അങ്ങനെയെങ്കിൽ നാം നമ്മെ തന്നെ താഴ്ത്തി അവൻ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് അവൻ സ്വർഗത്തിലെ ദൈവത്തോട് അപേക്ഷിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അവൻ നിശ്ചയമായും ഉത്തരമരുളുന്നൊരു ദൈവമാ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. ആമേൻ. നാം കേട്ടതുപോലെ ആമേൻ, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? നമ്മെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.